അണ്ണാമലൈ ബി.ജെ.പിയിൽ നിന്നും രാജിവെച്ച് അതായത് ഔദ്യോഗികമായി രാജിവെച്ച കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. ഈ അണ്ണാമലൈ പറഞ്ഞ കാര്യങ്ങൾ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ചെവിക്കൊണ്ടിരുന്നുവെങ്കിൽ തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് ഒരു ഏകദേശം ഒരു 5-6 MLA-മാരെങ്കിലും ഉണ്ടാകുമായിരുന്നു. നിലവിലിപ്പോൾ ഒരു MLA ആണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ബി.ജെ.പിക്ക് ഉള്ളത്. അത് ഏറ്റവും കൂടുതലായി അവിടെ പാളിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അണ്ണാമലൈ പറഞ്ഞ വാക്കുകൾ അത് അമിത്ഷാ ചെവി കൊണ്ടിരുന്നുവെങ്കിൽ ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ബി.ജെ.പി ഒരു ശക്തമായ ഒരു പാർട്ടിയായി നിലനിൽക്കുമായിരുന്നു. ഈ തമിഴ്നാട് നിയമസഭ വിജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിയമസഭ പിടിച്ചെടുക്കാൻ വേണ്ടി ബി.ജെ.പി AIADMKയുമായി ഒരു കൂട്ടുകൂടാനായിട്ട് ഒരു നീക്കം നടത്തിയിരുന്നു. അത് അണ്ണാമലയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ അണ്ണാമലൈ തന്നെ അമിത്ഷായെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ആരുടെയുമായിട്ട് ഒരു കൂട്ടുകൂടാതെ നമുക്ക് സ്വന്തമായി തന്നെ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് ജനങ്ങളുമായി നടത്തിയ ആശയവിനിമയങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ പദ്ധതികളും കൊണ്ടുവന്ന് പടിപടിയായി നമുക്ക് ഉയർന്ന ഒരു ശക്തിയായ ഒരു പാർട്ടിയായി തമിഴ്നാട്ടിൽ മാറാം എന്ന് അണ്ണാമലൈ പറഞ്ഞപ്പോഴും ആ വാക്കുകളൊന്നും തന്നെ മുഖവിലക്കെടുക്കാൻ അമിത്ഷായോ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ മറ്റ് നേതാക്കളോ ചെവി കൊണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അതായത് തമിഴ്നാട് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ അണ്ണാമലൈ പാർട്ടി വിട്ടത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ തന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും അതോടൊപ്പം തന്നെ സഖ്യ രാഷ്ട്രീയത്തിലുള്ള എതിർപ്പുകളും മൂലമാണ് വിട്ടത്. ഈ അണ്ണാ-DMK ബി.ജെ.പിയും തമ്മിൽ കൈകോർക്കാനായിട്ട് വന്നപ്പോൾ ആ സഖ്യം പുനഃസ്ഥാപിക്കുന്നതിൽ അണ്ണാമലൈക്ക് വലിയ രീതിയിലുള്ള ഒരു നീരസമുണ്ടായിരുന്നു. സഖ്യത്തെ ആശ്രയിക്കുന്നത് പകരം സ്വന്തം നിലയ്ക്ക് അടിത്തട്ടിൽ പാർട്ടി വളർത്താമെന്ന് അണ്ണാമലൈ പല പ്രാവശ്യം പറഞ്ഞപ്പോഴും കേട്ടില്ല. അങ്ങനെ അണ്ണാമലൈയുടെ വാക്കുകളൊന്നും തന്നെ ചെവി കൊള്ളാതെയാണ് അമിത്ഷാ AIADMKയുമായി കൈകോർക്കാനായിട്ട് ഒരു നീക്കം നടത്തി. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞത് അണ്ണാമലൈയെ ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അതിന് പകരം നയനാർ നാഗേന്ദ്രനെ ബി.ജെ.പിയുടെ അധ്യക്ഷനാക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരുടെ വാക്കും അത് AIADMK പറയുന്ന എല്ലാ കാര്യങ്ങളും അമിത്ഷാ അനുകൂലമായ ഒരു നിലപാടെടുത്തു. അതോടുകൂടിയാണ് അണ്ണാമലൈ ബി.ജെ.പിയിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് ഒരു നീക്കം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അണ്ണാമലൈ വലിയ രീതിയിൽ നല്ല ബി.ജെ.പിയിലെ ഒരു പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുകയോ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിലും അണ്ണാമലൈ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഈവൻ നരേന്ദ്രമോദി പോലും എത്തിയപ്പോൾ പോലും അണ്ണാമലൈയുടെ അസാന്നിധ്യം വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകളടക്കം ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അണ്ണാമലൈ തമിഴ്നാട്ടിൽ വിമാനം ഇറങ്ങിയ സമയത്ത് പോലും സ്വീകരിക്കാൻ അവിടെ അണ്ണാമലൈ ഇല്ലായിരുന്നു. അത് എന്തുകൊണ്ട് അണ്ണാമലൈ ഇല്ല എന്ന് മോദി വരെ തിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2025 ഡിസംബർ 4 തന്നെ അണ്ണാമലൈ ഒരു രാജി മനസ്സിൽ ഉറപ്പിച്ചുവെങ്കിലും തമിഴ്നാട്ടിലെ മറ്റ് ബി.ജെ.പിയുടെ നേതാക്കൾ അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കൾ അടക്കം പറഞ്ഞു ഇപ്പോൾ രാജി വയ്ക്കരുത്, അത് തമിഴ്നാട്ടിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഗ്നിപരീക്ഷയായി മാറും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും, അതുകൊണ്ട് രാജി വയ്ക്കരുതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അണ്ണാമലൈ അന്ന് രാജിവെക്കാതെ ബി.ജെ.പിയിൽ നിന്നും വിട്ടുനിന്നത്. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടിയാണ് അണ്ണാമലൈ ഔദ്യോഗികമായി തന്നെ അമിത്ഷായെ കണ്ടു. അതോടൊപ്പം തന്നെ ബി.ജെ.പി ദേശീയ സെക്രട്ടറി BL സന്തോഷിനെ കണ്ടു, ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, അതോടൊപ്പം തന്നെ JP നഡ്ഡ, അങ്ങനെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളെ കണ്ട് ഔദ്യോഗികമായി തന്നെ രാജിക്കത്ത് കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വലിയ രീതിയിലൊരു അടി ഉണ്ടാക്കാതെ സന്തോഷമായ രീതിയിൽ തന്നെയാണ് അണ്ണാമലൈ രാജിക്കത്ത് നൽകിയത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ രാജിവെക്കേണ്ട അല്ലെങ്കിൽ ബി.ജെ.പിയിൽ നിന്ന് പോകണ്ട എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ അണ്ണാമലൈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് എന്നെ 7 വർഷം തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ഒരു ഉടമ്പടി അണ്ണാമലൈ മുന്നോട്ട് വെച്ചു. പക്ഷെ അത് അനുകൂലിക്കാൻ അല്ലെങ്കിൽ അതിൽ ഒരു അഭിപ്രായം പറയാൻ അമിത്ഷാ തയ്യാറായില്ല. അമിത്ഷാ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് രാജി ഏതാണ്ട് പൂർണ്ണമായി തന്നെ അണ്ണാമലൈ ഉറപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ അണ്ണാമലൈ പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് ഇപ്പോൾ ചുവടുവെക്കുന്നത്. അതായത് ബി.ജെ.പി വിട്ടതിന് ശേഷം അണ്ണാമലൈ വി ദ ലീഡേഴ്സ് മൂവ്മെന്റ് എന്നൊരു പാർട്ടി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഒരു ഫേസ്ബുക്കിലെ ഒരു പേജ് ആയിരുന്നു, ഒരു അണ്ണാമലൈ ബി.ജെ.പിയിൽ ഉണ്ടായിരുന്ന സമയത്ത് രൂപീകരിച്ച ഒരു ഫേസ്ബുക്ക് പേജ് ആയിരുന്നു. അത് വിട്ടതിന് ശേഷമാണ് വി ദ ലീഡേഴ്സ് മൂവ്മെന്റ് എന്ന പാർട്ടി എന്ന ആ ഒരു പേജിനെ തന്നെ ഒരു പാർട്ടി ആക്കിക്കൂടെ എന്നൊരു ചോദ്യത്തിലേക്ക് അണ്ണാമലൈ എത്തുന്നതും അങ്ങനെയാണ് വി ദ ലീഡേഴ്സ് മൂവ്മെന്റ് എന്നൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറാനുള്ള ഒരു നീക്കത്തിലേക്ക് അണ്ണാമലൈ എത്തുന്നത്. അങ്ങനെ വി ദ ലീഡേഴ്സ് മൂവ്മെന്റ് ജൂലൈയിലോടെ രാഷ്ട്രീയ പാർട്ടിയായി മാറും എന്നാണ്. അത് കൂടാതെ അത് യഥാർത്ഥ ട്രാക്കിലേക്ക് എത്തുമെന്നാണ് അണ്ണാമലൈ പറഞ്ഞത്. ഇപ്പോൾ തന്നെ 50 ലക്ഷം അംഗത്വം നേടി എന്നാണ് അണ്ണാമലൈ തന്നെ ഇപ്പോൾ പറയുന്നത്.
യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഇതുവരെ 18 ലക്ഷം അംഗങ്ങൾ മൂവ്മെന്റിനൊപ്പം ചേർന്നു. ഇനി വൈകാതെ അതൊരു 50 ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് അണ്ണാമലൈ പറയുന്നത്. സോഷ്യൽ മീഡിയ ലൈവിലാണ് അണ്ണാമലൈ ഒരു നിർണായകമായ ഒരു പ്രതികരണം നടത്തിയത്. തന്റെ മൂവ്മെന്റ് വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന ഒരു വിശ്വാസത്തിലാണ് ആളുകൾ അംഗങ്ങളായത്. ഓൺലൈനിലൂടെ മാത്രമല്ല നേരിട്ടും അംഗത്വം സ്വീകരിക്കാമെന്നും അണ്ണാമലൈ ലൈവിലൂടെ തന്നെ പറയുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടിയാകുന്നതോടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ജൂലൈ മുതൽ മറ്റൊരു രൂപത്തിലാകും. ജനങ്ങൾ അത് കാണാൻ പോവുകയാണെന്നാണ് അണ്ണാമലൈ പറഞ്ഞത്.